ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ പരിപാടിയുടെ ദിവസം വന്നെത്തി. തലേന്ന് തന്നെ ഞങ്ങൾ മൈലാഞ്ചൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. പിന്നെ ഇത് ഞങ്ങൾക്ക് ഡാൻസിനൊരു കോൽക്കളി പോലെ വരുന്നുണ്ട്. അപ്പോൾ പൈപ്പൊക്കെ ഇങ്ങനെ ഗിൽറ്റ് പേപ്പറിൽ ചുറ്റിയെടുത്തതാണ്. പിന്നെ ഫെമ്മിട്ടിരുന്നു. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്. പിന്നെ ഫെമ്മിട്ടെല്ലാം എന്തിട്ടാലും നമുക്ക് കുറച്ച് കോപ്രായം കളിക്കണമല്ലോ. 4-5 ദിവസമാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടൈം എടുത്ത് ഞങ്ങളുടെ ടൈമൊക്കെ നോക്കി സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യൽ. ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് ആയാലും ഈവനിങ് ആയാലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. സൺഡേസിൽ മാത്രം ഞങ്ങൾ മോർണിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഞാൻ തലേന്ന് ഇട്ട മൈലാഞ്ചി ഓവർ റെഡ് കളറായില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി എൻ്റെ മേലിട്ട് ഇപ്പോൾ സെറ്റ് ആയിരുന്നു. ഇതായിരുന്നു ഡ്രസ്സ് വന്നിട്ട്. പിന്നെ ഷാള്, കോല്, പിന്നെ ഞാൻ ഈ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്നേച്ച് ഇങ്ങനെ എടുത്ത് വെക്കായിരുന്നു. ഞാൻ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഒരു ലിസ്റ്റ് സെറ്റാക്കും. ആ ഡാൻസിനേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ഒരു ലിസ്റ്റ് സെറ്റാക്കി വെക്കാറുണ്ട്. ഞങ്ങൾ തന്നെയാണ് മേക്കപ്പ് ചെയ്യുക. വീട്ടിൽ നിന്നായിരിക്കില്ല ചെയ്യുക. എവിടെയാണോ പ്രോഗ്രാം ഉള്ളത് അതിനടുത്തുള്ള വീട്ടിൽ പോയിട്ടാണ് ചെയ്യാറ്. പിന്നെ ഞാൻ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കാറാണ്. ഇങ്ങനെ ബോക്സിലാക്കി വെക്കുമ്പം പരന്ന് കിടക്കൂലല്ലോ. നമുക്ക് വേണ്ട സാധനങ്ങൾ കാണാനും പറ്റും, ഈസി ആയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഇതാണ് എൻ്റെ ബാഗ്. എനിക്ക് ഈ ബാഗ് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊള്ളും. ഞാൻ ഈ കുഞ്ഞു സാധനങ്ങളാക്കി വെച്ച ബോക്സ്, പിന്നെ വലിയ സാധനങ്ങൾ ബാക്കി കൊള്ളാത്തതൊക്കെ ആയിട്ട് അതിൽ നിറച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സ് വന്നിട്ട്. ഇത് ഞങ്ങൾ ഡാൻസിനേക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ്. പക്ഷേ എനിക്ക് ഈ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമായി. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റും. ഈ ഡ്രസ്സ് ഇഷ്ടമായ എൻ്റെ കോപ്രായങ്ങളാട്ടോ ഗൈസ് നിങ്ങൾ കാണുന്നത്. അത് ഇതിനു മുന്നേ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിരുന്ന ഞങ്ങൾ ഡാൻസ് വീഡിയോനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 4 പേയേഴ്സ് ആയിരുന്നു ഉള്ളത്. 4 പേയേഴ്സും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. മേക്കപ്പൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇങ്ങനെയായിരുന്നു. പിന്നെ ഷാളൊക്കെ എങ്ങനെ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഷാൾ അവസാനം ഇങ്ങനെയാണ് ഇട്ടത്. ശരിക്കും എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ തന്നെ ഉള്ള ഒരു ചേച്ചീൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്തിരുന്നത്. നല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ ചത്ത് കിടന്നാലും ചവഞ്ഞ് കിടക്കണം എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ നല്ല മേക്കപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ ഭാഗം കാണിച്ചു തരാം, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമല്ലോ.